എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ലക്ഷ്മി പൂജ ടാരോ അബണ്ടൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ലോ ഓഫ് വൈബ്രേഷൻ ആണ്. പ്രപഞ്ചത്തിന്റെ 12 നിയമങ്ങളിൽ രണ്ടാമത്തെ നിയമമാണ് ലോ ഓഫ് വൈബ്രേഷൻ. ഈ നിയമപ്രകാരം ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും ജീവനുള്ളവയും അല്ലാത്തവയും നിരന്തരം ഒരു ഫ്രീക്വൻസിയിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ ആറ്റം മുതൽ സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾക്ക് വരെ ഇത് ബാധകമാണ്. നമ്മുടെ ചിന്തകളും ഫീലിങ്സും പല ഫ്രീക്വൻസിയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അവ നിരന്തരം വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചിന്തകളും ഫീലിങ്സും ഫ്രീക്വൻസിയിലാണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് തന്നെയാണ് ഉത്തരം. കാരണം നമ്മൾ ഉറങ്ങുമ്പോൾ ഡെൽറ്റ സ്റ്റേറ്റിലേക്ക് പോകുന്ന നമ്മുടെ ബ്രെയിൻ വേവ്സ് 0.5 to 4 ഹെസേർട്സിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ വളരെ അലേർട്ടായിരിക്കുന്ന ഗാമ സ്റ്റേറ്റിൽ നമ്മുടെ ബ്രെയിൻ വേവ്സ് 30+ ഹെസേർട്സിൽ വൈബ്രേറ്റ് ചെയ്യുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. നമ്മുടെ ഇമോഷൻസിനും ഫ്രീക്വൻസി ഉണ്ട്. ലവ്, ജോയ്, ഗ്രാറ്റിറ്റ്യൂഡ് മുതലായ ഇമോഷൻസ് നമ്മളെ ഹൈ ഫ്രീക്വൻസിയിൽ എത്തിക്കുന്നു. അതേസമയം ഫിയർ, ആങ്കർ, ഷെയിം ഇതെല്ലാം നമ്മളെ ലോ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നു. നിങ്ങളൊരു വൈബ്രേഷൻ ആണെന്നും നിങ്ങൾ നിരന്തരം ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസി പുറപ്പെടുവിക്കുന്നു എന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം സൃഷ്ടിച്ചെടുക്കുന്നതിനുള്ള ശരിയായ പാതയിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞു. നമ്മുടെ സന്തോഷം, ദുഃഖം, ഭയം, പ്രതീക്ഷ, ആശങ്ക, സ്നേഹം, കൃതജ്ഞതാഭാവം ഇതെല്ലാം നമ്മുടെ വൈബ്രേഷനെ നിർണ്ണയിക്കുന്നു. നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഈ വൈബ്രേഷന് തുല്യമായിരിക്കും. അതിനാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം നേടാൻ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ അനുഭൂതി വൈബ്രേറ്റ് ചെയ്യണം. സന്തോഷമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ സന്തോഷത്തിന്റെ ഫ്രീക്വൻസി വൈബ്രേറ്റ് ചെയ്യണം. നിങ്ങൾ എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാൽ നന്ദി പറയാനുള്ള കൂടുതൽ സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. സ്നേഹം നിറഞ്ഞ മനസ്സുണ്ടെങ്കിൽ മാത്രമേ സ്നേഹമുള്ള വ്യക്തികളെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ സാധിക്കൂ. എപ്പോഴും കുറ്റപ്പെടുത്തലിന്റെയും നിരാശയുടെയും ഫ്രീക്വൻസിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ അത് മാത്രമേ പ്രതീക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ത് തന്നെ ആയാലും അത് നേടിക്കഴിഞ്ഞു എന്ന ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ഫ്രീക്വൻസിയാണ് നമ്മുടെ ജീവിതം രൂപപ്പെടുത്തുന്നത്. ബി ദ വൈബ്രേഷൻ യു വിഷ് ടു അട്രാക്ട്. നീ ആഗ്രഹിക്കുന്ന വൈബ്രേഷൻ തന്നെയായിരിക്കണം നീ. സ്നേഹവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഉള്ളിൽ സദാ സന്തോഷവും സമാധാനവും നിറഞ്ഞിരിക്കണം. ചില ആളുകൾ നമ്മെ വാക്കുകളില്ലാതെ തന്നെ സന്തോഷിപ്പിക്കുന്നു. എന്തുകൊണ്ടാണത്? അവരുടെ ആത്മാവിന്റെ സ്പന്ദനം നമ്മുടെ ഹൃദയത്തിന്റെ താളത്തിൽ ചേർന്നു പോകുന്നു. അവരുടെ സാന്നിധ്യം തന്നെ ഒരു തണുത്ത കാറ്റ് പോലെ ശാന്തതയും സുഖവും നമുക്ക് തരുന്നു. ഇത് സ്പന്ദനത്തിന്റെ നിയമമാണ്. ഹൃദയങ്ങൾക്കിടയിലെ ശബ്ദമില്ലാത്ത സംഗീതമാണിത്. ഒരേ ഫ്രീക്വൻസിയിൽ ചലിക്കുന്ന 2 ആത്മാവുകൾ തമ്മിലെ ദൈവിക കണക്ക്. എപ്പോഴും സന്തോഷത്തിലും സ്നേഹത്തിലും ശാന്തതയിലും ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് അതുപോലെയുള്ള ആത്മാക്കളെ ആകർഷിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ലോ ഓഫ് വൈബ്രേഷനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിന് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നന്ദി.